ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോഹാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെയിൻബോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു നെവർ ഫെയിൽ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു അടിപൊളി റെയിൻബോ കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഹാൻഡ് മിക്സറും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു 4 മുട്ടയോളം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 3/4 കപ്പോളം പഞ്ചസാരയോട് ചേർത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയല്ല, നോർമൽ ഷുഗറാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഹൈ സ്പീഡിൽ നന്നായിട്ട് ഇതൊന്ന് പൊങ്ങി ഫ്ലഫി ആയിട്ട് വരുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്തതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് മിക്സർ ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ട ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ എനിക്കിവിടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് പതഞ്ഞ് കിട്ടാൻ. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം വെനില എസെൻസും പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റേജിൽ വെനില എസെൻസ് ചേർക്കുമ്പോൾ മുട്ടയുടെ ആ മണമൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ ഉപ്പ് ചേർത്തിട്ടുള്ളത് നമ്മളെപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കുക. കാരണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ മധുരത്തിൻ്റെ ആ കേക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടെ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട്, അതായത് 1-ലിട്ടിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ ഇങ്ങനെ ഓരോ ടീസ്പൂണായിട്ട് നമുക്കിങ്ങനെ പതിയെ പതിയെ ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ സ്പീഡിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ലോ സ്പീഡിലിട്ട് അടിച്ചെടുക്കാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഹൈ സ്പീഡിലിട്ടിട്ടാണ് നമ്മളിതുപോലെ മൈദ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മളിപ്പം അടിച്ച് പൊങ്ങി വന്ന് ആ മുട്ടയൊക്കെ താന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് അത്ര ഫ്ലഫി ആയിട്ട് വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ ലോ സ്പീഡിലിട്ടിട്ട് ഓരോ സ്പൂൺ വീതം മൈദ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ ബാറ്റർ ഇതുപോലെ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ സ്പീഡിലിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം നേരം ബീറ്റ് ചെയ്യരുത്. ഒരു 1 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ബാറ്റർ 5 ബൗളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 1 kg റെയിൻബോ ആണ് ചെയ്യുന്നത്. സാധാരണ റെയിൻബോ കേക്ക് 7 കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും 1 kg ചെയ്യുമ്പോൾ 7 കളറിൽ ചെയ്തെടുത്താൽ എപ്പോഴും വെയിറ്റ് കൂടുക ചെയ്യാറ്. ഞാനിവിടെ 5 കളറിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് കറക്റ്റ് 1 kg തന്നെ കിട്ടുകയും ചെയ്യും. കേക്ക് അത്ര തിന്നായിട്ട് പോകത്തുമില്ല. അപ്പോൾ ഞാനിവിടെ വയലറ്റ്, റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ അങ്ങനെ 5 കളറിലാണ് ബാറ്റർ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ലിക്വിഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റെഡ് കേക്കിന് മാത്രം ഞാൻ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കേക്കിന് നല്ല റെഡ് കളർ കിട്ടണമെങ്കിൽ എപ്പോഴും ജെൽ കളർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റേത് നമ്മൾ ലിക്വിഡ് കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കളർ ചേർക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്കൊരു 3-4 ഡ്രോപ്പ് കൊണ്ട് തന്നെ നല്ല റെഡ് കളറായിട്ട് കിട്ടും. ഇനി ഞാനിതിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് 7 ഇഞ്ചിൻ്റെ കേക്ക് പാനിലാണ്. അപ്പോൾ നമ്മളിതുപോലെ ബാറ്റർ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ നമുക്ക് ഈവണായിട്ട് എല്ലാ സ്ഥലത്തും കിട്ടും. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും ബേക്കായി കിട്ടും. ഇതുപോലെ എല്ലാ കേക്കും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി നമുക്ക് കേക്കിലേക്കുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് വിപ്പാവുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീം തന്നെ എടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് 6-7 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ സ്റ്റിഫ് പീക്സ് ആയിട്ട് തന്നെ നമുക്ക് വിപ്പ് ചെയ്ത് കിട്ടും. ഹാൻഡ് മിക്സർ വെച്ച് ചെയ്താലും ഇതേപോലെ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. കേക്കിലേക്കുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണിത്. അപ്പോൾ കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കണ്ടില്ലേ, ഈ ഒരു വിഡ്ത്തിലാണ് നമുക്ക് ഓരോ കേക്ക് ലെയറും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാറ്റർ ഒരേപോലെ ഡിവൈഡ് ചെയ്തെടുത്താൽ ഇതുപോലെ കേക്കെല്ലാം ഒരേ ലെവലിൽ നമുക്ക് ഒരു ലെയറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതെനിക്ക് ഓർഡറുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർക്ക് മിൽക്ക് കേക്ക് പോലെ ആണ് റെയിൻബോ കേക്ക് വേണ്ടതെന്ന്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് വെച്ചിട്ടാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ക്രീം തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പാലറ്റ് നൈഫ് വെച്ചിട്ട്.
ക്രീം ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ കേക്ക് ബോർഡിൽ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആദ്യം കുറച്ച് ബോർഡിൽ ക്രീം തേച്ചിട്ടാണ് കേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടുമല്ല, നമ്മുടെ കേക്ക് ബോർഡിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, കേക്ക് തെന്നി മാറാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ കേക്കിൻ്റെ അവസാനത്തെ ലെയറൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ക്രീം നിറച്ചിട്ട് സൈഡ്സിലൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഷേപ്പിൽ ഐസിങ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതുപോലെ സൈഡ്സിലൊക്കെ ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡ്സൊക്കെ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുകൾ ഭാഗത്തും ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കാം. ഇതുപോലെ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമയവും ലാഭിക്കാം, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഐസിങ് നൈഫ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ കല്യാണ ക്ഷണക്കത്തൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലത്തെ കാർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നല്ല വൃത്തിക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന വിസിറ്റിംഗ് കാർഡ്സ് ആയാലും മതി, ഇതുപോലെ തന്നെ നല്ല നീറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഫ്രോസ്റ്റിങ് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്ത് നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ പെർഫെക്ഷൻ വന്നില്ല എന്ന്. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് എന്നാൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 വർഷത്തോളമായി കേക്ക് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ് ദ കേക്കിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സിമ്പിൾ ഡിസൈന് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് പുഷ് ചെയ്തിട്ട് ഒന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുക്കുക ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസും അതിലുള്ള കേക്ക്സിൻ്റെ ഒക്കെ റെസിപ്പി വേണമെങ്കിൽ എനിക്ക് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ റെയിൻബോ കേക്ക് ആയതുകൊണ്ട് ഇതുപോലെ റെയിൻബോ സ്പ്രിങ്കിൾസ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഹോം മെയ്ഡാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയ സ്പ്രിങ്കിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യൂ, ഞാൻ ഇതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമർ തന്ന ഡിസൈനാണ്. അവർക്ക് റെയിൻബോ കേക്ക് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഡിസൈനിൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പം മുകളിൽ കൊടുത്ത അതേ സ്പ്രിങ്കിൾസ് തന്നെ നമുക്ക് താഴത്തും ചെറിയൊരു ലൈൻ പോലെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ പിന്നെ നമ്മുടെ സ്പ്രിങ്കിൾസ് പുറത്തോട്ട് വീഴില്ല, അതങ്ങനെ തന്നെ അവിടെ പറ്റി നിന്നോളും. അപ്പം നമ്മൾ അടിപൊളി പെർഫെക്റ്റ് റെയിൻബോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര എളുപ്പമാണ് ഈ റെയിൻബോ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെയിൻബോ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിവിടെ മുറിച്ച് കാണിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് ഓർഡറുള്ള കേക്കാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് മുറിച്ച് കാണിക്കാൻ പറ്റാത്തത്. പക്ഷെ മുറിച്ചാൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഈ കളേഴ്സ് നമ്മൾ ചെയ്ത കളേഴ്സ് നല്ല റെയിൻബോ എഫക്റ്റിൽ പല കളറായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസ് ഉണ്ട്, ബേക്കറി സ്റ്റൈലിലുള്ള കേക്കിൻ്റെ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് കേക്കിൻ്റെ ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ അതും ചെയ്യുന്നതായിരിക്കും. കേക്കിനെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.